ഇറാൻ അമേരിക്ക സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമസേനക്ക് കനത്ത തിരിച്ചടി നേരിട്ടതായി റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടതായാണ് വിവരം. ഇതിൽ 10 റിപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ വെടിവെപ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 6ഓളം വിമാനങ്ങൾ വിവിധ അപകടത്തിൽപ്പെട്ട് തകർന്നതായും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് പൈലറ്റില്ലാത്ത റിപ്പർ ഡ്രോണുകൾ മാത്രമാണ്. 9 ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ ജോർദാനിലെ വ്യോമതാവളത്തിൽ ഒരെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിമാനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ കുവൈറ്റിൽ 3 F-15 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ KC-135 ടാങ്കർ തകർന്നതും ഉൾപ്പെടുന്നു. ടാങ്കർ അപകടത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൂടാതെ സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നിൽ ഇറാനിയൻ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ആയിരിക്കാമെന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്ക നൽകിയിട്ടില്ല. അതേസമയം യുദ്ധം മൂർച്ഛിക്കുന്നതിനിടെ ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്താൻ ഇടയാക്കി. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഹൂതി പോരാളികളും അമേരിക്കൻ ഡ്രോണുകളെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക.